എങ്ങനെയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്? നമ്മളൊരു നോർമലി ഇപ്പോൾ ഒരാൾക്ക് പലർക്കും അറിയാൻ താല്പര്യം ഉണ്ടാവും, എങ്ങനെയാണ് സ്റ്റാർട്ട്? ഇപ്പോൾ ഈ ഫെലോഷിപ്പ് കിട്ടിയപ്പോൾ എന്നോട് ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ച ഒരു കാര്യം ഈ ഒരു പ്രോസസ്സിങ്ങിനെ കുറിച്ചാണ്. എന്താണ് ഇതിൻ്റെ പ്രോസസ്സിങ്, എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചത്. ഇതൊരു ഞാൻ പല സമയത്തും പറഞ്ഞ പോലെ ഒരു ലോങ് ടേം പ്രോസസ്സാണ്. എന്ന് പറഞ്ഞാൽ ഒരു 1 year കംപ്ലീറ്റ് യു ഹാവ് ടു ഇൻവെസ്റ്റ് യുവർ ടൈം ഓൺ ദിസ്. കാരണം ഈ ഒരു 2026 ഏകദേശം മെയിൽ റിസൾട്ട് വന്നതിന് ഞാൻ 2025 ജൂണിലാണ് അപ്ലിക്കേഷൻ കൊടുക്കുന്നത്. ഒരു 1 year കംപ്ലീറ്റ് പ്രോസസ്സ്. ഐ ടോൾഡ് യു ഇൻ ദ ബിഗിനിങ് ഓൾസോ. ഒരു സിവിൽ സർവീസിൻ്റെ സമയത്തൊക്കെ അതുപോലത്തെ പ്രിപ്പറേഷനാണ്. അപ്പോൾ നമ്മൾ പക്ഷേ ഇതിന് കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അപ്ലിക്കേഷൻ വിളിക്കുന്ന സമയത്തല്ല നമ്മളിതിൻ്റെ ഡ്രാഫ്റ്റിംഗ് തുടങ്ങേണ്ടത്. So if you are planning for the Fulbright Fellowship, you have to do your work prior to the application beginning. എന്ന് പറഞ്ഞാൽ 2027 ഒരു അപ്ലിക്കേഷൻ 2026 തന്നെ തുടങ്ങണം. എന്നിട്ട് നമ്മളത് കറക്റ്റ് ഒരു ഫ്രെയിം വർക്ക് ഉണ്ട്. ആ ഫ്രെയിം വർക്കിലേക്ക് നമ്മളതിനെ അറ്റാച്ച് ചെയ്ത് കൊണ്ടുവന്ന് ആ ഫ്രെയിം വർക്കിനനുസരിച്ച് നമ്മളുടെ പ്രൊജക്റ്റിനെ ഡ്രാഫ്റ്റ് ചെയ്യുക എന്നതാണ് ഈ ഒരു സ്കോളർഷിപ്പ് ഫെലോഷിപ്പ് കിട്ടാൻ 80% ചാൻസ്. So how strong your proposal, that will determine whether you are in or out. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ പൊതുവെ ആളുകൾ പറയാറുണ്ട്, നിങ്ങൾക്കൊരു പ്രൊജക്റ്റ് മനസ്സിലുണ്ടെങ്കിൽ ഡ്രാഫ്റ്റിംഗ് അപ്ലിക്കേഷൻ്റെ വിളിക്കുന്നതിൻ്റെ ഒരു 6-7 മാസം മുമ്പേ തുടങ്ങി വെക്കണം. എന്നിട്ട് പ്രൂഫ് റീഡിംഗ് നടത്തി ഫ്രണ്ട്സ് ആവാം, നിങ്ങളുടെ ഫാക്കൽറ്റീസ് ആവാം, നിങ്ങളുടെ പ്രൊഫസേഴ്സ് ആവാം, ഓർ ദോസ് ഹു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദിസ് പെർട്ടിക്കുലർ ടോപ്പിക് ആവാം, അവർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുത്ത് അതിൻ്റെ ഡ്രാഫ്റ്റിംഗ് എല്ലാം അപ്ലിക്കേഷൻ്റെ മുമ്പേ തീർത്ത് വെക്കണം. എന്നിട്ട് ജൂലൈയിൽ ഏകദേശം ഏപ്രിലൊക്കെ അപ്ലിക്കേഷൻ വിളിക്കും. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ ഏകദേശം 3-4 മാസം ഉണ്ടാവും അപ്ലിക്കേഷൻ്റെ സമയത്ത്. അപ്പോൾ ഈ പ്രൊജക്റ്റിൽ നമുക്ക് ഇരിക്കാനുള്ള സമയം കിട്ടിക്കൊള്ളുന്നില്ല. കാരണം ഈ അപ്ലിക്കേഷൻ പോർട്ടൽ USIEF എന്ന് പറയുന്നൊരു പോർട്ടലാണ്, യുണൈറ്റഡ് സ്റ്റേറ്റ് ഇന്ത്യ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ. അതിൽ നമ്മൾ ലോഗിൻ ചെയ്യുന്നു, സാധാരണ ലോഗിൻ ചെയ്യുന്ന പോലെ ലോഗിൻ ചെയ്തിട്ട് പിന്നെ ഒരു പിത്തോറ ഓഫ് ചോദ്യങ്ങൾ അതിലുണ്ടാവും. അപ്പോൾ അതിനെല്ലാം ആൻസർ ചെയ്യുമ്പോൾ നമുക്ക് പ്രൊജക്റ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. അതുകൊണ്ടാണ് മുന്നേ കൂട്ടി നമ്മൾ പ്രൊജക്റ്റ് ചെയ്തു വെക്കേണ്ടത്. പിന്നെ ഈ ഓരോ ആപ്ലിക്കേഷനും ചോദിക്കുന്ന കറക്റ്റ് പോയിൻറ്റ്സുകളുണ്ട്. അതെല്ലാം നമ്മൾ ഫില്ല് ചെയ്ത് വരിക. എവിടെയാണ് പഠിച്ചത്, നമ്മളുടെ പേഴ്സണൽ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട്, പേഴ്സണൽ ലൈഫ്, നമ്മൾക്ക് കിട്ടിയ അവാർഡുകൾ, നമ്മൾ പബ്ലിഷ് ചെയ്ത പേപ്പേഴ്സുകൾ, നമ്മൾ പ്രസൻറ്റ് ചെയ്ത കോൺഫറൻസുകൾ, അങ്ങനെ തുടങ്ങിയിട്ട് നമ്മളുടെ അക്കാഡമിക്കൽ ജേണി മുഴുവൻ ഏകദേശം ഒരു ഡിഗ്രി കാലഘട്ടം മുതലുള്ള മുഴുവൻ അക്കാഡമിക് ജേണിയും വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കേണ്ട ഒരു വെബ്സൈറ്റാണ് USIEF.